പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിറന്നാൾ ദിനത്തിൽ സേവാ പക്ഷാചരണത്തിന് തുടക്കം കുറിച്ചു ബിജെപി. പാർട്ടി ദേശീയ ആസ്ഥാനത്ത് നടന്ന പരിപാടി പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ ഉദ്ഘാടനം ചെയ്തു. മൂന്നാം മോദി സർക്കാരിന്റെ 100ാം ദിവസത്തോടനുബന്ധിച്ച് സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളടങ്ങുന്ന ലഘുലേഖ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പുറത്തിറക്കി. അതേസമയം താൻ ഗണേശ പൂജ നടത്തിയതിൽ ചിലർക്ക് അസ്വസ്ഥതയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ വസതിയിൽ നടന്ന ഗണേശ പൂജയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തതിനെതിരെ നേരത്തെ വിമർശനം ഉയർന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിറന്നാളിനോടനുബന്ധിച്ച് 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന വിവിധ സേവന പരിപാടികളാണ് ബിജെപിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത്. രക്തദാനം, ശുചീകരണ പ്രവർത്തനങ്ങൾ, സർക്കാർ പദ്ധതികളുടെ പ്രചാരണം, വികസന ജനക്ഷേമ പദ്ധതികളുടെ ഹെൽപ്പ് ഡെസ്കുകൾ അങ്ങനെ വിവിധ പരിപാടികളാണ് ബൂത്ത് തലം മുതൽ ബിജെപി സംഘടിപ്പിക്കുന്നത്. പാർട്ടി ദേശീയ ആസ്ഥാനത്ത് സേവാപക്ഷാചരണം പാർട്ടി അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ ജെ.പി. നദ്ദ ഉദ്ഘാടനം ചെയ്തു. മൂന്നാം മോദി സർക്കാരിന്റെ 100 ദിനങ്ങളോടനുബന്ധിച്ച് സർക്കാർ നടപ്പിലാക്കിയ വികസന ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാ സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ ഉൾക്കൊള്ളുന്ന ലഘുലേഖയും പുറത്തിറക്കി. അതേസമയം ഒഡീഷയിൽ പൊതുപരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി താൻ ഗണപതി പൂജ നടത്തിയതിൽ ചിലർക്ക് അസ്വസ്ഥതയെന്ന് പറഞ്ഞു. എല്ലാവരും ഗണേശ പൂജ നടത്താറുണ്ടെന്നും അതിനെ എതിർക്കുന്നവർ സമൂഹത്തെ വിഭജിക്കുന്നവരാണെന്നും മോദി കൂട്ടിച്ചേർത്തു. बांटो और राज करो की नीति पर चलने वाले अंग्रेजों की नजरों में उस समय भी गणेश उत्सव खटकता था. आज भी समाज को बांटने और तोड़ने में लगे सत्ता के भूखे लोगों को गणेश पूजा से परेशानी हो रही है. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ വീട്ടിലെ ഗണപതി പൂജയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തതിനെതിരെ ഉയർന്ന വിമർശനങ്ങളോടായിരുന്നു മോദിയുടെ പ്രതികരണം. അമൃത ന്യൂസ്, ന്യൂഡൽഹി.